ചെന്നൈ എക്സ്പ്രസ് ആക്കാൻ നോക്കിയിട്ട് ചാണകം കൊണ്ടുപോകുന്ന എക്സ്പ്രസ് ആയി മാറിയ ഒരു പടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സാറേ ചെന്നൈ എക്സ്പ്രസ് പോലത്തെ വേറെ വല്ല സിനിമയുണ്ടോ? ആ ഉണ്ടല്ലോ, അത് വളണ്ടിപ്പോലേക്ക് ചാണകം കൊണ്ടുപോകുന്ന ട്രെയിനാ. പരമുവിന്റെയും സുന്ദരിയുടെയും പ്രണയകഥ. പടത്തിന്റെ പേര് പരമസുന്ദരി. നമ്മുടെ നായകൻ പരമു വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാണ്. അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്താനൊന്നും പരമുവിന് താല്പര്യമില്ല. എന്നാ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ആവെന്ന് വെച്ചാ അതിനും പരമുവിന് താല്പര്യമില്ല. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണോ? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. അപ്പോഴാണ് പരമുവിന്റെ കൂട്ടുകാരൻ ഒരു ഡേറ്റിംഗ് ആപ്പ് കണ്ടുപിടിക്കുന്നത്. ഈ ആപ്പിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അൽഗോരിതം ഉപയോഗിച്ച് നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ പറ്റും എന്നാണ് ഇത് ഉണ്ടാക്കിയവൻ പറയണത്. അതിപ്പോ ഇന്റർനെറ്റിൽ ഇല്ലാത്ത ആളാണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്രേ. തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ ഒന്ന് തള്ളു. ഈ പൊട്ടത്തരം പരമു വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് അവന്റെ അച്ഛന്റെ മുമ്പിൽ പോയി ഛർദ്ദിക്കും. ഇത് കേട്ട പരമുവിന്റെ അച്ഛൻ പറയും, എന്നാ നീ ആദ്യം ഈ ആപ്പ് വെച്ചിട്ട് നിന്റെ സോൾമേറ്റിനെ ഒന്ന് കണ്ടെത്തിയിട്ട് വാ, അപ്പൊ ഞാൻ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട 5 കോടി നിനക്ക് തരാന്ന്. അയാൾക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ നമ്മുടെ പരമു ഈ ആപ്പിൽ ലോഗിൻ ചെയ്യുകയാണ്. അപ്പൊ അവന്റെ സോൾമേറ്റിന്റെ പേരും അഡ്രസ്സും തെളിഞ്ഞു വരും. കേരളത്തിൽ താമസിക്കുന്ന മലയാളിയായ തെക്കേപ്പാട്ടെ സുന്ദരി. അതാണ് നമ്മുടെ കഥാനായിക. അങ്ങനെ സുന്ദരിയെ തേടി പരമു കേരളത്തിലേക്ക് കെട്ടിയെടുക്കുകയാണ്. തക്കിട്ട് തകച്ചുണു. അല്ല, എന്താണ് ഇവന്മാരുടെ വിചാരം? മിക്ക ഹിന്ദി പടത്തിലും കേരളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളി കാണിക്കുമ്പോ അപ്പൊ വരും ഈ തക്കിട്ട് തകച്ചുണു. അതെ, ഇവിടെ ഈ തജ്ജൻ തകജം മാത്രല്ല ഉള്ളത്, ഇവന്മാരുടെ സ്ഥിര ഏർപ്പാടാണിത്. ഒരു തകിട തകജുണു അല്ലെങ്കിൽ തിത്തിത്താറാ തിത്തിത്തൈ, വള്ളംകളി, കഥകളി ഇതൊക്കെ കാണിച്ചാലാണ് ഇത് കേരളാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണ് ഇവരുടെ വിചാരം. ഇവരുടെ ഈ ഉണക്ക ലോജിക്ക് വെച്ച് നോക്കുമ്പോ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനൊക്കെ കാണിക്കുമ്പോ 1 കിലോ തമ്പാക്ക് എടുത്ത് വായിലിട്ടിട്ട് പിന്നെ മറ്റേ നിങ്ങളുടെ ആ പാട്ടില്ലേ മൊൺകച്ചക്കണ ഷോൺകച്ചക്കണ അതൊക്കെ പാടി നടക്കണല്ലോ. അങ്ങനെ അവസാനം നമ്മുടെ നായകൻ ഒരുപാട് അലച്ചിലുകൾക്ക് ശേഷം സുന്ദരിയെ കാണുകയാണ്. ഈ പടം മുഴുവൻ ഇവരിങ്ങനെ വായ മൂടി നിൽക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പൊ മനസ്സിലാവും. സംശയിക്കണ്ട, ഇത് മലയാളം തന്നെ. എന്ത് ദ്രോഹാടോ നിന്നോട് ഞാൻ ചെയ്തത്? എങ്ങനെ തോന്നിയടോ? ഒന്നുമില്ലെങ്കിലും മലയാളം അറിയുന്ന ഏതെങ്കിലും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെക്കായിരുന്നില്ലേ? പരമു അടുത്ത ഷാരൂഖ് ഖാൻ ആവാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കാണുന്നവർ കൂടി തോന്നണ്ടേ. ഇതിപ്പോ മലയാളിയായിട്ടുള്ള സുന്ദരി മലയാളത്തെക്കാൾ നന്നായിട്ട് ഹിന്ദി പറയണ്ടല്ലോ. ഇതാരത്, ചിട്ടിയോ? ഒരു തുണി കൊടുക്കാൻ കൊടുക്ക് ഭാസ്കര, പെണ്ണുങ്ങ കണ്ട നാണക്കേടല്ലേ. ഈ പടത്തിൽ ഹിന്ദി പറയുമ്പോ സബ് ടൈറ്റിൽ ഇട്ടില്ലെങ്കിലും മലയാളം പറയുമ്പോ എന്തായാലും നിങ്ങൾ സബ് ടൈറ്റിൽ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സുന്ദരി ഒരു ലോഡ്ജ് പോലത്തെ സെറ്റപ്പ് ഒക്കെ നടത്തി ജീവിക്കുന്ന ആളാണ്. പക്ഷെ ഈ ലോഡ്ജിൽ താമസക്കാരാരുമില്ല. പിന്നെ മുല്ലപ്പൂ, മലയാളിയാണെങ്കിൽ മുല്ലപ്പൂ. ഇനി സുന്ദരിയുടെ വക കുറച്ച് മാസ്. മലയാളിയെ കളിയാക്കുന്നോടാ, സൗത്ത് ഇന്ത്യൻസിനെ കളിയാക്കുന്നോടാ എന്നൊക്കെ ചോദിച്ച് ചേച്ചി അങ്ങോട്ട് ചൂടാവുകയാണ്. സത്യം പറഞ്ഞ മിസ് സുന്ദരി, നിങ്ങളല്ലേ മലയാളികളെ കളിയാക്കുന്നത്, അല്ലാതെ അയാളാണോ? യഷ് മാത്രല്ല, എല്ലാരും ഇങ്ങനെ തന്നെ സിഗരറ്റ് വലിക്കുക. മലയാളികളെ കളിയാക്കിയത് ഇഷ്ടമാവാത്ത സുന്ദരി നേരെ തെങ്ങിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഇതാണ് നമ്മുടെ കളരി ആശാൻ, സുന്ദരിയുടെ അമ്മാവൻ. ഇവരെ ചെയ്ത പരിയാത അമ്മാവാ വേണുവിനെ വിളിക്കും, അപ്പോ തന്നെ എല്ലാം ശരിയാക്കും. മനസ്സിലായില്ല അല്ലെ? പേടിക്കണ്ട, സുന്ദരി എന്താണ് പറഞ്ഞതെന്ന് അവളുടെ അമ്മാവൻ നമുക്ക് വ്യക്തമാക്കി തരും. ഇവരെ ചെയ്ത പരിയാത അമ്മാവാ വേണുവിനെ വിളിക്കും, അപ്പോ തന്നെ എല്ലാം ശരിയാക്കും. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി വേണുവിനെ വിളിക്കുക, വേണു വന്നെല്ലാം ശരിയാക്കുമെന്ന് എല്ലാരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മലയാളം, താൻ പറഞ്ഞത് മലയാളം. ഇതിങ്ങനെ തർജ്ജമ ചെയ്തു തുടങ്ങിയ ഞാൻ പറഞ്ഞത് ജപ്പാമാക്കിയ. പിന്നെ അമ്മാവന്റെ നേതൃത്വത്തിൽ ഒരു കളരി അഭ്യാസം. ഇവനാ അടിയോടോ കറുവണ്ടു. ഇത് ഏത് ഭാഷ? ഇവനാ അടിയോടോ കറുവണ്ടു. അത് പറ, ഞാൻ പറയാ, ഇത് മലയാളം അല്ല. പരമു വേഴ്സസ് മാത്തുക്കുട്ടിക്ക ഏക് കില്ലാടി ഫൈറ്റ്. ഫൈറ്റിന്റെ ഇടയിൽ കണ്ണിൽ മണ്ണ് വാരിയിട്ട് ചതിയൻ ചന്തുവിന്റെ അടവെടുക്കുകയാണ് നമ്മുടെ പരമു. എന്നിട്ട് എന്തോ പൊരുതി ജയിച്ച പടയാളിയെ പോലെ ഇയാളുടെ ഒരു പട്ടിഷോ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഫൈറ്റിന്റെ ഇടയ്ക്ക് ഷോൾഡറിൽ ചെറിയൊരു മുറിവ് പറ്റിയ പരമുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
സുന്ദരി ശ്രമിക്കുകയാണ്. இதை நீயே வீட்டில் உட்காந்து விக்ஸ் தேய்ச்சி சரி பண்ணிருக்கலாம். ஏன் இந்த ஆர்ப்பாட்டம்? ഞാനൊരു നരൻ. ഇത് നരൻ സിനിമത്തെ BGM അല്ലേ? റഫറൻസോ അതോ കട്ടതോ? ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇതെന്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനത്തെ റോബോട്ടാണോ പറയണത്? മിസ്റ്റർ ഭാസ്കരൻ പിള്ള. തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? നന്നായിട്ടുണ്ട്. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഓ ഉണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാൽക്കാരന് ഒരു 2000 റുപ്യ, പച്ചക്കറി കടക്കാരന് ഒരു 6000 റുപ്യ, വീട്ടുവാടക 8000 റുപ്യ. ഇവരിതൊക്കെ ചോദിച്ചു വരുമ്പോ ഞാൻ അവരെടുത്ത് ആറ്റുമണൽ പായയിൽ പറഞ്ഞു പാടി അവർ മിണ്ടാണ്ട് പോവോ? ആ പായൽ എന്നെ പൊതിഞ്ഞെടുക്കും അങ്ങോട്ട്. ഇത് ആരുടെ അങ്ങനത്തെ ഡയലോഗൊക്കെ എഴുതി വിടുന്നു? ലല്ലട്ടന്റെ പട്ടിന് കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞു കുടിച്ച്. പിന്നെ ആനയെ വെച്ച് ഒരു 1 man ഷോ. ഇതെന്താണ് ഇയാൾ കാണിക്കണത്? അമ്മാവന്റെ നിർബന്ധം കൊണ്ടാണ് സുന്ദരി ലോഡ്ജിൽ ജോലി ചെയ്യുന്നത്. സുന്ദരിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ എന്തിലാ സുന്ദരിക്ക് താല്പര്യം? മോഹിനിയാട്ടം. ഓ, ഇനി അതും ഉണ്ടോ? വേണ്ട, വയ്യ. അങ്ങനെ ഒടുവിൽ അവൻ വരികയാണ്. വേണു, സുന്ദരിയുടെ കളിക്കൂട്ടുകാരൻ. വന്ന ഉടനെ തന്നെ അമ്മാവൻ വേണുവിന്റെയും സുന്ദരിയുടെയും കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അല്ല, ഇത്ര ചെറിയ പാത്രത്തിലൊക്കെ ചോറെടുത്തു കഴിഞ്ഞാ ഇത് എപ്പോ വിളമ്പി തീരാനാ? നാളെയോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോനെ? വേണു, എന്താ ഒരു മൂഡ് ഓഫ്? ഒക്കെ ശരിയല്ലേ? അല്ല സാറേ, അല്ല ഒക്കെ ശരിയല്ലേ? ഓക്കേ, അടിപൊളി. पता भी नहीं चला ना, पर मुझे पर्सनली आइडिया बुरा. നിങ്ങൾ രണ്ടുപേരും മലയാളികളല്ലേ, പിന്നെ എന്തിനാടാ ഹിന്ദിയിലൊക്കെ ചലിക്കണത്? ആലോചിക്കാൻ സമയം വേണോ? ഇങ്ങനെ ഒരു നാടൊക്കെ ഇതെന്തത് വായിക്കുക? അപ്പൊ മലയാള വാക്കൊന്നും വലിയ വശമല്ലേ? എന്താണ് മലയാള ആസാനേ? എങ്ങനെങ്കിലൊക്കെ പേടക്കണോ? ഇതെന്താ? ഇത് ഏത് യൂണിവേഴ്സിറ്റി കേരളത്? എനിക്ക് അറിയണില്ല. ഒരു മലയാളി പെൺകുട്ടി ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ മലയാളം സംസാരിക്കണില്ല. അതുപോലെ ഇത് ഏതാ ലിപി? ഇത് മലയാളമാണോ അതോ കാലകേയന്റെ മറ്റേ കിലുക്കി ഭാഷയാണോ? ചുവപ്പ് നിറത്തിലെ സാരി ഞങ്ങളെല്ലാം ഡേഞ്ചർ ആണല്ലോ. ഉറപ്പിക്കട്ടെ. ചുവപ്പ് നിറത്തിലെ സാരി. സുന്ദരിക്ക് പരമോന് ഇഷ്ടാണ് എന്ന വേണുവിനെ വേദനിപ്പിക്കാനും പറ്റില്ല. അതാണ് അവസ്ഥ. ഒടുവിലാണ് പരമു ആ സത്യം മനസ്സിലാക്കുന്നത്. മറ്റേ തുടക്കത്തിൽ കാണിച്ച ആ ഡേറ്റിംഗ് ആപ്പില്ലേ, അത് ഫേക്കാണെന്ന് ഇവൻ ഇപ്പോഴാണ് മനസ്സിലാക്കണത്. നമ്മളൊക്കെ തുടക്കത്തിൽ അത് മനസ്സിലാക്കി. പിന്നെന്താ, എല്ലാ സത്യവും പരമു സുന്ദരിയോട് പറയുകയാണ്. എന്നിട്ട് തിരിച്ചു പോവാൻ നിൽക്കും. പക്ഷെ പോവില്ല. പരമുവിന്റെ അച്ഛൻ അവനോട് എയർപോർട്ടിൽ വെച്ചിട്ട് പറയും, നീ വീട്ടിക്ക് വരികയാണെങ്കിൽ ആ സുന്ദരീനെ കൊണ്ട് വന്നാ മതിന്ന്. അത് കേട്ട പരമു സുന്ദരിയുടെ കല്യാണത്തിന് വരും. എന്നിട്ട് തെങ്ങുമ്മ കയറും. അവളെ പ്രപ്പോസ് ചെയ്യും. ഈ കോപ്രായങ്ങളൊക്കെ കണ്ട നമ്മുടെ ബുദ്ധിമാനായ വേണു മറ്റേ ചെന്നൈ എക്സ്പ്രസിലെ തങ്കബലിയെ പോലെ നിന്റെ ഹാർട്ട് വലുതാ, എന്റെ കിഡ്നി ചെറുതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുന്ദരിയെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അതോടെ ഈ പടം തീർന്നു. പണ്ടൊക്കെ മലയാളം എന്ന് കേട്ട സന്തോഷായിരുന്നു. ഈ പടം കണ്ടതോടെ മലയാളം എന്ന് കേട്ടാ തന്നെ പേടിയാവുകയാണ്. ഞാൻ പൊതുവേ പറഞ്ഞതാ. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? കാണിച്ചു തരാം. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങളെല്ലാം